ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ രസകരമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, അതായത് നീ വരേണ്ടിയിരുന്നില്ല, അല്ലേ, നീ അവിടെ പോകേണ്ടിയിരുന്നില്ല, അവൾ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകേണ്ടിയിരുന്നില്ല, നീ അയാളോട് ചോദിക്കേണ്ടിയിരുന്നില്ല, നീ അവനോട് സംസാരിക്കേണ്ടിയിരുന്നില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ. അതായത് ഒരു ചെയ്ത കാര്യമായിരിക്കും, ഒരാൾ സംഭവിച്ചു പോയി, പക്ഷേ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അത്ര നന്നായിരുന്നില്ല, അത് ഇനി പോട്ടെ, എന്തായാലും ഇപ്പോൾ ചെയ്തു പോയില്ലേ, ഈ രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ടല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട്, നീ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. അങ്ങനെ പറയാൻ കാരണമുണ്ട്, അയാളെങ്ങോട്ട് വരുത്തിയതിൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്, നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അങ്ങനെ പറയാറുള്ളത്. നീ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല, അവൾ അങ്ങോട്ട് പോകേണ്ടിയിരുന്നില്ല, പോയത് അത്ര ശരിയായിട്ടില്ല, ഇനിയിപ്പോൾ പോട്ടെ. യെസ്, അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. എന്നാൽ ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്, ഇതിനെന്തെങ്കിലും സ്റ്റൈലുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതികളുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, നീ എന്നെ വിളിക്കേണ്ടിയിരുന്നില്ല, നമ്മൾ അങ്ങോട്ട് പോകേണ്ടിയിരുന്നില്ല, അവൾ അങ്ങോട്ട് ചെല്ലേണ്ടിയിരുന്നില്ല, എന്തിനാ വെറുതെ പോയത്, അല്ലേ, ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്, അല്ലേ. നീ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല, വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു എന്ന് പറയുന്നത് പോലെയല്ല, നീ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു, ആരാ നിന്നെ അങ്ങോട്ട് ക്ഷണിച്ച് എന്ന് പറയുന്നത്, വ്യത്യാസമുണ്ട് രണ്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഈ വീഡിയോ തന്നെ നോക്കാൻ പോകുന്നത്. ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ മാത്രം നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ നീ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന രീതി ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, യു നീഡിൻറ്റ് ഹാവ് കം ഹിയർ. നീ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. നമ്മൾ ഡയറക്റ്റ് എക്സാമ്പിളിലേക്ക് തന്നെ പോവാണ്, അത് മതിയാവും തോന്നുന്നു. യു നീഡിൻറ്റ് ഹാവ് കം ഹിയർ, യു നീഡിൻറ്റ് ഹാവ് കം ഹിയർ എന്നാണ് അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. നീ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല, നീ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസിനെ ഒന്ന് പൊളിച്ച് പരിശോധിച്ച് നോക്കാം. യു നീഡിൻറ്റ്, നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യം എന്നാണ് അർത്ഥം. നീഡിൻറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല എന്നുമാണ് അർത്ഥം. യു നീഡിൻറ്റ് ഹാവ് കം ഹിയർ, നീ ഇവിടെ വരേണ്ടിയിരുന്നില്ല, വന്നു പോയി, അവിടെ വന്നിട്ടുണ്ട് ആള്, വന്നതിന് ശേഷമാണ് ഈ പറയുന്നത് നീ ഇവിടെ വരേണ്ടിയിരുന്നില്ല. വരാത്തൊരാൾ വരാൻ പോവാണ്, അപ്പം അയാളോട് വരുന്നതിന് മുമ്പ് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ, നീ ഇങ്ങോട്ട് വരണ്ട. അത് വേറെ രീതിയിലാണ് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം. നീ ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത് നമ്മൾ ഡോണ്ട് എന്നുള്ള രീതിക്കാണ് ഉപയോഗിക്കുന്നത്, അതിവിടെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറയുന്നത്, അല്ലേ. യു നീഡ്ന്റ് ഹാവ് കം ഹിയർ, യു നീഡ്ന്റ് ഹാവ് കം ഹിയർ. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ പറയാണ്, നീ എന്നെ വിളിക്കേണ്ടിയിരുന്നില്ല, നീ എന്നെ വിളിക്കേണ്ടിയിരുന്നില്ല, ഞാൻ നാളെ അങ്ങോട്ട് വിളിക്കുമായിരുന്നല്ലോ, എന്തിനാ വിളിച്ചത്, അല്ലേ, നീ എന്നെ വിളിക്കേണ്ടിയിരുന്നില്ല. അദ്ദേഹത്തെ കൊണ്ട് വിളിപ്പിച്ചത് വളരെ മോശമായി പോയി, ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ട ഒരാളാണല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വിളിക്കേണ്ടിയിരുന്നില്ല. യു നീഡിൻറ്റ് ഹാവ് കോൾഡ് മീ, യു നീഡിൻറ്റ് ഹാവ് കോൾഡ് മീ, നിങ്ങൾ എന്നെ വിളിക്കേണ്ടിയിരുന്നില്ല. യു നീഡിൻറ്റ് ഹാവ് കോൾഡ് മീ, നിങ്ങൾ എന്നെ വിളിക്കേണ്ടിയിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പറയാണ്, നമ്മൾ അവിടെ പോകേണ്ടിയിരുന്നില്ല, പോയത് വളരെ പൊട്ടത്തരായിപ്പോയി എന്ന് പറയാണ്, നമ്മളവിടെ പോകേണ്ടിയിരുന്നില്ല. കാരണം ആ ആൾ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ളത് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, പോയത് വെറുതെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകേണ്ടിയിരുന്നില്ല, പോയതൊരു പൊട്ടത്തരായിപ്പോയി, അല്ലേ. ഓക്കെ, അപ്പോൾ എങ്ങനെയാ പറയാ, വി നീഡിൻറ്റ് ഹാവ് ഗോൺ ദെയർ, വി നീഡിൻറ്റ് ഹാവ് ഗോൺ ദെയർ, നമ്മളവിടെ പോകേണ്ടിയിരുന്നില്ല. വി നീഡിൻറ്റ് ഹാവ് ഗോൺ ദെയർ. അപ്പോൾ ഇവിടെ ഹാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ചേർക്കുക എന്നുള്ളത് നമ്മൾ ഹാവിനെ കുറിച്ചൊക്കെ പഠിച്ച സമയത്ത് പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി കമൻറ്റ് ബോക്സിൽ പല ആളുകൾക്ക് സംശയം വരും, അവിടെ ഏത് ഫോമാണ് ചേർക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ. ഹാവിൻ്റെ കൂടെ നമ്മൾ മൂന്നാമത്തെ ഫോമാണ് ചേർക്കുക, ഹാസിൻ്റെ കൂടെയും മൂന്നാമത്തെ ഫോമാണ് ചേർക്കുക, ഹാഡിൻ്റെ കൂടെയും നമ്മൾ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ചേർക്കുക. ING ഫോമൊന്നും അവിടെ സൂട്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, വി നീഡിൻറ്റ് ഹാവ് ഗോൺ ദെയർ, നമ്മളവിടെ പോവേണ്ടതില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു, നീ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു,
നമ്മളവിടെ പോകാൻ പാടില്ലായിരുന്നു, നീ അവനോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സംസാരിച്ചു പോയി, പക്ഷെ വലിയൊരു തെറ്റാണ് ചെയ്തതെന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ പറയുന്ന ഒരു രീതിയാണ്. ഇനി ഒരിക്കലും ആവർത്തിക്കരുത് എന്നുള്ള രീതിയാണ് അല്ലേ? ഓക്കെ, യു നീഡിൻറ്റ് ഹാവ് ഗോൺ ദെയർ, നീ അവിടെ പോകേണ്ടതില്ലായിരുന്നു എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. ആ നീഡിൻ്റെ അങ്ങോട്ട് മാറ്റിയിട്ട് പകരം ഷുഡിൻറ്റ് എന്നാക്കി കൊടുക്കുക. ഷുഡ് പ്ലസ് നോട്ട്, ഷുഡിൻറ്റ് എന്നാക്കി കൊടുക്കുക. അപ്പോൾ ഈ അർത്ഥം കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ പറയാം, നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ലായിരുന്നു. യു നീഡിൻറ്റ് ഹാവ് കം ഹിയർ എന്നാണ് പറയുന്നത്. യു നീഡിൻറ്റ് ഹാവ് കം ഹിയർ. ഇത് നമുക്ക് മാറ്റിയിട്ട് നീ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്നാക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഷുഡിൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാറ്റിയിട്ട് ഇങ്ങനെ പറയാം, യു ഷുഡിൻറ്റ് ഹാവ് കം ഹിയർ, യു ഷുഡിൻറ്റ് ഹാവ് കം ഹിയർ. നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു, നിനക്കൊന്നും വരാൻ പറ്റിയൊരു പ്ലേസ് അല്ല, ഇനി മേലാൽ ഇവിടെ കണ്ടുപോയത്, അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് വരരുത്, നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. യു ഷുഡിൻറ്റ് ഹാവ് കം ഹിയർ, യു ഷുഡിൻറ്റ് ഹാവ് കം ഹിയർ, ഇങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്നെ വിളിക്കേണ്ടിയിരുന്നില്ല, ഞാൻ അങ്ങോട്ടൊക്കെ വിളിക്കുമായിരുന്നല്ലോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് പറഞ്ഞത്? യു നീഡിൻറ്റ് ഹാവ് കോൾഡ് മീ, യു നീഡിൻറ്റ് ഹാവ് കോൾഡ് മീ, നിങ്ങൾ എന്നെ വിളിക്കേണ്ടതില്ലായിരുന്നു. ഓക്കെ, ഇത് മാറ്റിയിട്ട് നിങ്ങൾ എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു. ഈ സമയത്തൊക്കെ നിങ്ങൾ എന്നെ വിളിച്ച ആളുകൾ എന്താ വിചാരിക്കുക? അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കാൻ പാടില്ല എന്നുള്ളത്, നിങ്ങൾ എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു. യെസ്, ഈ രീതിയിലാണെങ്കിലോ നീഡിൻ്റെ എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് ഷുഡിൻ്റെ എന്നുള്ളതാക്കുന്നതാണ്. ഇങ്ങനെയാണ് പറയാം, യു ഷുഡിൻറ്റ് ഹാവ് കോൾഡ് മീ, യു ഷുഡിൻറ്റ് ഹാവ് കോൾഡ് മീ, നിങ്ങൾ എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം ആ ഒരു വിളി മാത്രമല്ലേ? യു ഷുഡിൻറ്റ് ഹാവ് കോൾഡ് മീ, നിങ്ങളെന്നെ വിളിക്കാനേ പാടില്ലായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ പറയാണ്, നമ്മളവിടെ പോവേണ്ടതില്ലായിരുന്നു. അടുത്ത ആഴ്ച അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വി നീഡിൻറ്റ് ഹാവ് ഗോൺ ദെയർ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനി പറയുന്നത് അങ്ങനെയല്ല, നമ്മളവിടെ പോകാൻ പാടില്ലായിരുന്നു, നമ്മൾ പോകാൻ പാടില്ലാത്തൊരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു, അബദ്ധമായി പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പറഞ്ഞിട്ട് കാര്യമില്ല, പോകാൻ പാടില്ലായിരുന്നു. എങ്ങനെയാണ് പറയുക? വി ഷുഡിൻറ്റ് ഹാവ് ഗോൺ ദെയർ, വി ഷുഡിൻറ്റ് ഹാവ് ഗോൺ ദെയർ, നമ്മളവിടെ പോകാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. വി ഷുഡിൻറ്റ് ഹാവ് ഗോൺ ദെയർ, നമ്മളവിടെ പോകാൻ പാടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് പഠിച്ചത്. നീഡിൻ്റെ വെച്ചിട്ട് പറയാൻ പഠിച്ചു, അതുപോലെ തന്നെ ഷുഡിൻ്റെ വെച്ചിട്ടും പറയാൻ പഠിച്ചു. നീഡിൻ്റെ വെച്ചിട്ട് പറയുമ്പോൾ ചെയ്യേണ്ടതില്ലായിരുന്നു, ഇനി പോട്ടെ, ആ രീതിയിലാണ് വരുന്നത്. ഷുഡിൻ്റെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇനി ഒരിക്കലും ആവർത്തിക്കരുത്, ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലത്തെ എക്സാമ്പിളുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും